ഹായ് ഓൺ ഡാലി കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഓഫർ വീക്കിന്റെ 7th ആൻഡ് ലാസ്റ്റ് ഡേയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ സാരീസ് ആണ് കാണാൻ പോകുന്നത്. എല്ലാത്തിനും 50% ഓഫർ ആണ് കേട്ടോ. എല്ലാ സാരീസിനും 50% ഓഫർ ആണ്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ്. സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നതിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെഹന്തി ഷെയ്ഡ്. മെഹന്തി എന്ന് പറയുമ്പോൾ മെഹന്തി ഗ്രീനിലേക്ക് വരുന്നില്ല, അതൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് പോകുന്നു. നല്ല മെഹന്തിയൊക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒരു കളറിലെ ആ ഒരു കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഒരു ലീഫിന്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ലീഫ് ചെയ്തേക്കുന്നത് നല്ല ത്രെഡിന്റെ ഒരു വീവിംഗ് ആണ് കേട്ടോ പോകുന്നത്. ത്രെഡിന്റെ വീവിംഗ് ആണ് ഇത് പോകുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ത്രെഡ് വീവിംഗ് ആണ്. അതിലേക്ക് കുഞ്ഞു 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 സ്വീക്കൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. ബോർഡർലെസ് ആയിട്ട് സാരി വരുന്നത് നമുക്ക് വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, ഹാൻഡ് വാഷ് ചെയ്തെടുക്കാവുന്ന മെറ്റീരിയലാണ്. മുന്താണിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഒരു വീവിംഗ് അതിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഹെവി ആയിട്ട് അത് കൊടുക്കുന്നുണ്ട്. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ബ്ലൗസ് പീസിലും അത് ചെറിയ 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 പാറ്റേൺ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സ്ലീവിലേക്ക് ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ സാരീസും ഞാൻ പറഞ്ഞു 50% ഓഫറിലാണ് പ്രൈസ്. ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും അതിന് തന്നെ ഉണ്ടാവും കേട്ടോ. സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരെ നമ്മൾ ആദ്യം കണ്ട സാരിയുടെ കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ലൊരു ഗ്രേ കളറിലേക്ക് വരുന്നു. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. ബോഡി ഇതുപോലെ വരുന്നു. മുന്താണി ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബോഡിയിലും ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മൗ ഷെയ്ഡിലേക്ക് ഇങ്ങനെ എല്ലാം സെയിം ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. മുന്താണി ഇതുപോലെ, ബ്ലൗസ് പീസ് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ജസ്റ്റ് ഷെയ്ഡുകൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതിനകത്തൊരു ഗ്രേയും ഗ്രീനോടെ കളർ ഒരു ബ്ലെൻഡ് ആവുന്ന ഒരു കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. എല്ലാം നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ. മുന്താണി ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഡെയിലി വെയറായിട്ട് നമുക്ക് സെമി സിൽക്കാണ്. ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നു. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. അതിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്ക് ഒരു വൈറ്റ് കളർ ത്രെഡിന്റെ വീവിംഗ് ആണ് പോകുന്നത്. ഈ ഒരു ഷേപ്പിൽ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണിയിലേക്ക് ആ ഒരു വീവിംഗ് തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിന് നമുക്ക് സ്ലീവിലേക്കും ആ ഒരു ലൈൻസ് സ്ട്രൈപ്സിന്റെ ആ ഒരു പാറ്റേൺ ഇങ്ങനെ പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നമുക്കൊരു പാർട്ടി വെയർ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഒരു മെറൂൺ ആൻഡ് ഒരു പിക്കോ ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. രണ്ട് സൈഡിലേക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ. അതിലേക്ക് ആ ഒരു ബനാറസിയുടെ വീവിംഗ് പോകുന്നുണ്ട്. ബോഡിയിലേക്ക് ഇതുപോലെ മെറൂൺ കളറിൽ കോപ്പർ ജെറിയുടെ വീവിംഗ് ആണ് പോകുന്നത്. ഈ ഒരു പാറ്റേണിലേക്കാണ് സ്കാറ്റേഡ് ആയിട്ട് പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് കേട്ടോ. ഇതാ മുന്താണി വരുന്നു. ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കാണ്. ഫാബ്രിക് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലേക്കാണ് ബോഡി വരുന്നത്. അതിലേക്ക് കോപ്പറിന്റെ ചെറിയ വീവിംഗ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ഡിസൈനുമാണ് വരുന്നത്. ബോർഡർലെസ് ആയിട്ട് സാരി വരുന്നു. കോൺട്രാസ്റ്റ് ആയിട്ട് മുന്താണി ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ പിക്കോ ഗ്രീൻ ഷെയ്ഡിൽ ഹെവി ആയിട്ടുള്ളൊരു കോപ്പർ ചെറിയ വീവിംഗ് അതിലേക്ക് പോകുന്നുണ്ട്. ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് പീസിലേക്ക് സ്കാറ്റേഡ് ആയിട്ടും ഇതുപോലെ വരുന്നുണ്ട്, വീവിംഗ് വരുന്നുണ്ട്. സ്ലീവ് എൻഡിലേക്ക് ബോർഡറും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഒരു പിക്കോ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതൊക്കെ നല്ല നന്നായിട്ട് ഉടുത്താലൊക്കെ നല്ല ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ. ഈ ഒരു വീവിംഗ് പാറ്റേണിന്റെ ഇത് പോകുന്നതെല്ലാം ഒരു ത്രെഡാണ്, ചെറിയല്ല ത്രെഡിന്റെ വീവിംഗ് ആണ്. ഈ ഒരു ഡിസൈനിലേക്ക് സിഗ്സാങ്ങിന്റെ പാറ്റേണിലേക്ക് ബോർഡറും പോകുന്നു. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. എല്ലാം സെയിം ആണ്. എന്താണ് ഇതുപോലെ ബ്ലൗസ് പീസ് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു കോഫി ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനെ കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. എന്താണ് ഇതുപോലെ ബ്ലൗസ് പീസ് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. നമുക്കൊരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരി. നല്ലൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് വരുന്നു. അതിലേക്ക് കോപ്പർ ജെറി വീവിംഗ് ആണ് പോകുന്നത്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് നല്ല രസമായിട്ടും ഫിനിഷിങ്ങിലും ചെയ്തേക്കുന്ന ഒരു വോക്കാണ് വീവിംഗ് ആണ് കേട്ടോ. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണി നല്ല ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ വരുന്നു. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് വെയർ ചെയ്താലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളർ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. വിവിങ്ങിന്റെ പാറ്റേണിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ എന്താണ് വരുന്നത് ഇതുപോലെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ടസിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും സെമി സെറ്റ് ഫാബ്രിക്കിലേക്ക് തന്നെ ഇതുപോലെ ഒരു നല്ലൊരു ഗോൾഡൻ യെല്ലോ ഒരു പർപ്പിൾ കളർ കോമ്പിനേഷനിലേക്കാണ് കേട്ടോ. ഗോൾഡൻ യെല്ലോയിൽ തന്നെ അതിൽ ഒരു കോപ്പർ ജെറി വീവിംഗ് ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കളർ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, സൈലന്റ് ആയിട്ടാണ് പോകുന്നത്. നല്ല രസമുള്ള ഒരു സ്ക്വയർ പാറ്റേണിലേക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോർഡർലെസ് ആയിട്ട് സാരി വരുന്നു ഇങ്ങനെ.
മുന്താണി വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ മുന്താണി കൊടുക്കുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നത് പോലെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ വർക്കുകൾ ബോഡിയിലേക്കും കൊടുക്കുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡിന്റെയും നേവി ബ്ലൂ കളറിന്റെയും കോമ്പിനേഷൻ ആണ്. പീക്കോ ഗ്രീൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിന്റെ കറക്റ്റ് കളർ അത്രയും ഭംഗി നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു ബ്ലൂഷ് കളറിലേക്കായിരിക്കും അത് വരിക. നല്ല രസമുള്ള ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. വിവിങ്ങിന്റെ പാറ്റേൺ എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. ബോർഡറിലേക്കും ബോഡിയിലേക്ക് വരുന്നത് ഇങ്ങനെ. മുന്താണി നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ടസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ബ്രോക്കേഡ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളറിലേക്ക് സെമി സിൽക്കാണ് ഫാബ്രിക്. അതിലേക്ക് ഇതുപോലെ ലീഫിന്റെ ഒരു പാറ്റേണിലാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതൊരു ത്രെഡിന്റെ വീവിംഗ് ആണ് പോകുന്നത്. ഇങ്ങനെ വരുന്നത് പ്രിന്റ് അല്ല, ത്രെഡിന്റെ വീവാണ് പോകുന്നത്. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ. ടസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വിത്ത് ചെറിയൊരു ബോർഡർ കൂടി വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു നല്ലൊരു എന്താ പറയുക ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. ഒരു ലാവൻഡർ കൂടുന്ന ഒരു കളർ ഷെയ്ഡ്. ഇങ്ങനെയാണ് സാരി. സെമി സിൽക്ക് തന്നെയാണ്, നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കുകൾ പോകുന്നുണ്ട്. മുന്താണിയിലേക്ക് ബോർഡറിലേക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വർക്ക് പോകുന്നത് ഇങ്ങനെ. മുന്താണിയുടെ എൻഡ് വരേക്കും അങ്ങനെ തന്നെ വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന സാരിയാണ് കേട്ടോ. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന നല്ല മെറ്റീരിയൽ. അതിലേക്ക് ഇതുപോലെ ബാന്തിനി പ്രിന്റുകളാണ് വരുന്നത്. ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സൈഡ് ബോർഡറിലേക്ക് ഇതുപോലെ ഒരു ഷിബോറി പ്രിന്റുകളും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണിയിലേക്ക് ആ ഒരു ബോർഡറിന്റെ ആ ഒരു സെയിം പാറ്റേണിലേക്കാണ് മുന്താണി ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ ആ ഒരു മുന്താണിയുടെ സെയിം പാറ്റേണിലേക്ക് തന്നെയാണ് ബ്ലൗസ് പീസ് കൊടുക്കുന്നത്. ഷിബോറി പ്രിന്റുകളാണ് അതിലേക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും ബ്ലൗസ് പീസ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീനിഷ് ബ്ലൂ ആൻഡ് നേവി ബ്ലൂ കളറിന്റെ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വരും. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസും ആ ഒരു ബോർഡറിന്റെ ആ ഒരു സെയിം പാറ്റേണിലേക്ക് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ. ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സെമി സിൽക്ക് സാരി തന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പിങ്കിന്റെയും ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിലേക്ക് വരുന്നു. ഇതുപോലെ മുന്താണി ഇതുപോലെ വരുന്നു. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് കോൺട്രാസ്റ്റിൽ വരും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെ ഒരു ബേജ് കളറിലേക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകൾ ഇതിലേക്ക് പോകുന്നത്. പെട്ടെന്ന് നമുക്ക് കൊടുത്തിട്ട് പോകാനായിട്ട് പറ്റുന്ന സാരിയാണ് കേട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെ ചെറിയ പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് കേട്ടോ. നല്ലൊരു ലോട്ടസ് പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നു. ഫുള്ളായിട്ട് ഇതുപോലെ കോപ്പർ ജെറി വീവിംഗ് ആണ് പോകുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിലേക്കും ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഒരു വൈറ്റ് കളർ ത്രെഡിന്റെ വീവിംഗ് ആണ് പോകുന്നത്. ബോർഡർലെസ് ആയിട്ട് സാരി വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡർ വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഹെവി ആയിട്ട് ആ ഒരു ത്രെഡ് വീവിങ് പോകുന്നുണ്ട്. അല്ല ജെറി വീവിങ് പോകുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് കേട്ടോ. നല്ലൊരു മെറൂണിന്റെയും ഒരു യെല്ലോ ഷെയ്ഡിന്റെയും കോമ്പിനേഷൻ വരുന്നു. ബോഡിയിലേക്ക് ഇതുപോലെ ബാന്തിനി പ്രിന്റുകൾ പോകുന്നുണ്ട്. ബോർഡറിലേക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു പ്രിന്റുകളാണ് പോകുന്നത്. ഇങ്ങനെ. മുന്താണി വരുന്നത് ഇങ്ങനെ. കലങ്കാരി പ്രിന്റാണ് മുന്താണിയിലേക്കും ബോർഡറിലേക്കും പോകുന്നത്. ആ ഒരു സെയിം പാറ്റേണിലേക്ക് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത്. പ്യുവർ കോട്ടൺ തന്നെയാണ് ബ്ലൗസും മെറ്റീരിയൽ വരുന്നത്. ഒരു ചെറിയൊരു ബോർഡർ പോലെ ഒരു മെറൂൺ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലേക്കാണ് കേട്ടോ. ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഇതിനകത്ത് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ടോപ്പിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡും താഴേക്ക് ഒരു മെറൂൺ കളറും വരുന്നു. അതിലേക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ സ്റ്റോൺസ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. മുന്താണിയിൽ വരുമ്പോൾ ഇങ്ങനെ വരുന്നു. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു ഇങ്ങനെ. ബ്ലൗസ് പീസിലേക്കും ഹെവി ആയിട്ട് തന്നെ ആ ഒരു സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് ബോഡിയിലേക്ക് ചെയ്തേക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഒരു ബോർഡറും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ബോർഡർ ത്രെഡിന്റെ ഒരു വീവിംഗ് ആണ് ഇതിലേക്ക് പോകുന്നത്. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. സ്കാറ്റേഡ് ആയിട്ടെല്ലാം ചെറിയ ചെറിയ ബുട്ട വീവിംഗ് അതിലേക്ക് പോകുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് പോകുന്നത്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ടാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓയിൽ സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ പിങ്ക് കളർ കോമ്പിനേഷനിലേക്ക് വരുന്നു. കുഞ്ഞു 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 ചെറിയ ഫ്ലവേഴ്സ് ആണ് പ്രിന്റായിട്ട് കൊടുത്തേക്കുന്നത്. ബോർഡർ ചെയ്ത് പീച്ച് കളർ പിങ്കിഷ് പീച്ച് കളറിലേക്കാണ് ബോർഡർ വരുന്നത്. സെയിം ബോർഡർ തന്നെ മുന്താണിയിലേക്കും കൊടുക്കുന്നുണ്ട്. ഇതിന് ബ്ലൗസ് പീസ് ഇല്ല കേട്ടോ. വിത്ത് ബ്ലൗസ് അല്ല വരുന്നത്. ഇങ്ങനെ. അടുത്തത് നോക്കാം.
നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് നല്ല ഒതുങ്ങി നല്ല രസമായിട്ട് കൊടുത്താലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു സാരി തന്നെയാണ്. നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ഒരു ബ്രൗൺ കോഫി ബ്രൗൺ ഷെയ്ഡിന്റെ ഒരു ത്രെഡിന്റെ വീവിംഗ് ആണ് പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ വരുന്നു. ബോർഡർ ചെറിയ ബോർഡർ ഇതുപോലെ രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് മുന്താണിയുടെ പാറ്റേൺ വരുന്നത്. ബ്ലൗസ് പീസും നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസും ചെയ്തേക്കുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റിൻ ഫാബ്രിക്കിലേക്കാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. സാരി കംപ്ലീറ്റ് പ്ലെയിൻ സാരിയാണ് കേട്ടോ വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? മുന്താണിയിലേക്ക് ഇതുപോലെ ജസ്റ്റ് ടാസിൽസ് അറ്റാച്ച് ചെയ്തു. റെഡിന്റെയും ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിലാണ് ടാസിൽ അറ്റാച്ച് ചെയ്തത്. കാരണം ഇതിന്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത്. ബ്ലൗസ് നമുക്ക് റെഡ് കളറിലേക്കാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് അതിനോട് മാച്ച് ചെയ്തിട്ടാണ് ആ ഒരു ടാസിൽസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ആ ഒരു ഫാബ്രിക് സെയിം തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതുപോലെ മൾട്ടി കളർ കോമ്പിനേഷൻ വരുന്ന പ്രിന്റുകളാണ് വരുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. എങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സാരികൾ. നമ്മുടെ ഇന്നത്തെ ഓഫർ വീഡിയോയിലുള്ള സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാട്ടോ. ഞാൻ ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോഡ് നമ്പർ അതിലുണ്ടാവും. DS എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാവും. ആ കോഡ് നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്താലും മതി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.